ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ വയ്ക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഷെയർ വഴി ഒത്തിരി ആൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുകൾക്ക് നേരിട്ട് തന്നെ വന്ന് കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നാളെ വരെയാണ്, നാളെ ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത്. മാക്സിമം എല്ലാവരും ആ സമയത്തിനുള്ളിൽ തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നാളെ സ്കൂളിൽ കൊച്ചിൻ്റെ PTA മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കതിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും നമ്മളും ഇവിടെ നാട്ടിൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ പോയി കാണാനൊക്കെ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കുറച്ച് പേരൊക്കെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റാണ്. എനിക്കിപ്പോൾ നമ്മുടെ ഈ നമ്മളിങ്ങനെ വീട്ടിലേക്ക് ആളുകൾ വരുന്നത് കൊണ്ട് ഞാനതൊന്നും പോയി കണ്ടിട്ടില്ല. എനിക്ക് പോയി കാണണം. എൻ്റെ അച്ഛൻ്റെ ചേട്ടനൊക്കെ ഹോസ്പിറ്റലാണ്. അപ്പോൾ നമുക്ക് അവരൊക്കെ പോയി കാണേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് പേര് വയ്യാതിരിക്കുന്ന ആളുകളുണ്ട്, നമുക്ക് അവരൊക്കെ പോയി കാണണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ പതുക്കെ മാറ്റി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് കാണുകയാണെങ്കിൽ, ബൈ ചാൻസ് എനിക്കിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ കയറി പോകേണ്ട സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആളുകൾക്ക് കാണാനുള്ള സൗകര്യം കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനന്ന് ഒരുവിധം എൻ്റെ പെയിനൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ, വേദനയൊക്കെ കുറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആളുകളെ വിളിച്ചതും ഒരു ദിവസമല്ല പല ദിവസങ്ങളായിട്ട്. പക്ഷെ നമ്മൾ ഇത്രയേറെ ദിവസങ്ങൾ കൊടുത്തിട്ടും ആളുകൾ വരുന്ന സമയം കുറച്ച് ലേറ്റ് ആവുകയാണ്. അങ്ങനെ ലേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ നാളെ ശനിയാഴ്ച കൂടിയാണ് ഫോണിൽ എന്നെ വിളിക്കാനുള്ള സമയം ഞാൻ റെഡിയാക്കുന്നത്. അതായത് ഞായറാഴ്ച, പിറ്റേ ദിവസം ഇനി ഞായറാഴ്ച പള്ളിയിൽ പോകണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് ചിലപ്പോൾ ഞായറാഴ്ച പല സമയങ്ങളിലായിട്ട് ഒഴിവ് പോലെ ഞാൻ ഫോണിൽ വിളിച്ചാൽ കിട്ടും. അപ്പോൾ അല്ലാതെ കൂടുതൽ സമയങ്ങൾ പള്ളിയിൽ, അതേപോലെ തന്നെ ഞായറാഴ്ച ഒരു ഫ്രീ ഉള്ള ദിവസമാണ്. അപ്പോൾ കുടുംബങ്ങളുടെ കൂടെയൊക്കെ ആയിരിക്കും മിക്കവാറും ഞാൻ ഉണ്ടാവുക. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നോർമലി ടൈമിൽ ചെറിയൊരു മാറ്റം വരുത്തും. അത് ഞാൻ ഞായറാഴ്ച ഇടുന്ന വീഡിയോയിൽ ഞാൻ പറയും. കാരണം 9 മണി മുതൽ ഏകദേശം 5 മണി വരെ വരുന്ന ഫോൺ കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഒരു 300ഓളം കോളുകളാണ്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വിട്ട് എവിടെ മാറാനും പറ്റില്ലാത്തൊരു അവസ്ഥയാണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവരോടും സംസാരിക്കാൻ വേണം. കാരണം ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് അവരുടെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോഴും നമുക്ക് വിഷമമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു ഏജന്റ് അല്ല. നമുക്ക് വരുന്ന ജോബ് വേക്കൻസികൾ നമ്മൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നു. അതും 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകളോടാണ് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഡെലിവറി ജോബിനും, അതേപോലെ തന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ അവിടെ ബന്ധങ്ങളൊന്നുമില്ല, നമുക്ക് റൂം കാര്യങ്ങൾ, അതേപോലെ തന്നെ ഫുഡ് ഒക്കെ നമുക്ക് തരപ്പെടുത്താനൊന്നും സൗകര്യമില്ലാത്ത, അല്ലെങ്കിൽ ആരും കണക്ഷൻസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അതേപോലെ തന്നെ വൈഫൈ സൗകര്യം, അതേപോലെ വിസിറ്റിംഗ് വിസ, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പാക്കേജ്. അങ്ങനെ അത് 18 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് വരാൻ പറ്റുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് വരേണ്ടത്. പക്ഷേ വരുന്നത് പലരും പല ജോബുകളുണ്ടോയെന്ന് ചോദിച്ചിട്ട് തന്നെയാണ്. എന്നിരുന്നാലും അതിനൊക്കെ നമുക്ക് സന്തോഷം തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നും പതിവ് പോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികളിൽ നമ്മളോട് അറിയിച്ചിട്ടുള്ള എല്ലാം വിസ ഫ്രീ ജോബുകളാണെന്നാണ്. വിസകൾ ഫ്രീ ആണ്, ജോബ് വിസകളാണ് ഫ്രീ ആയിട്ടുള്ളത്. വിസിറ്റിംഗ് വിസ സ്വന്തം റിസ്കിൽ എടുക്കുക. ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് വെറും 10,500 അല്ലെങ്കിൽ 11,500 രൂപയാണ്. ആരെങ്കിലും അവിടുന്ന് വിസിറ്റിംഗ് വിസ എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ട്രാവൽസിൽ പോയി ചോദിച്ചാൽ UAE വിസിറ്റിംഗ് വിസയുടെ ചാർജ് എന്ന് പറയുന്നത് വെറും 10,500 അല്ലെങ്കിൽ 11,500 ഉള്ളിലാണ് നമുക്ക് റിട്ടേൺ ടിക്കറ്റ് ചെയ്തു തരും. അതേപോലെ തന്നെ നമുക്ക് വിസിറ്റിംഗ് വിസ 2 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്തു തരും. അതേപോലെ നമുക്ക് അവിടെ അക്കോമഡേഷൻ്റെ സൗകര്യങ്ങൾ കാണിച്ചു തരും. ഇതെല്ലാം ഒരു 10,500 അല്ലെങ്കിൽ 11,500 ഉള്ളിൽ ഒതുങ്ങും. അപ്പോൾ അതെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ ആർക്കും പൈസ അയച്ച് കൊടുക്കാണ്ടിരിക്കുക. അതൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നതാണ്. കാരണം നമ്മളെ അറിയിക്കുന്നത് ഒരു ചാർജസും ഇല്ലാത്ത ജോബുകളെന്ന് തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ നമ്പർ ഇതിന് മുന്നിട്ടിട്ടുള്ള വീഡിയോസിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ള ആളുകൾ, എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബുകളൊക്കെ അന്വേഷിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെലിവറി ജോബിന് വരാൻ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അവിടെ അക്കോമഡേഷൻ റെഡിയാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്പർ എടുത്തിട്ട് തന്നെ കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു. നമ്മൾ ഒരുപാട് ജോബ് വേക്കൻസികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. മാക്സിമം ആരെയും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. നമ്മുടെ CV മാത്രം അയച്ചു കൊടുക്കുക. പിന്നെ എല്ലാവരും ഒരു CV മാത്രമല്ല, നമ്മൾ പല വിധത്തിൽ CV തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു ജോബിന് വേണ്ടി മാത്രം ആരും, അതായത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓരോ കാര്യങ്ങളിൽ, അതായത് ഒരുപാട് ഡിഗ്രികൾ അല്ലെങ്കിൽ 2-3 ഡിഗ്രി ഒക്കെ ഉള്ള ആളുകൾക്കാണ് ഇപ്പോഴത്തെ കാലത്ത് ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതെല്ലാവരും റിയലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ കിട്ടുന്നൊരു ജോബിന് കയറി പോവുക.
കിട്ടുന്നൊരു ജോബിന് കയറി പോയിട്ട് അവിടെ നിന്നിട്ട് ആ ജോലിയിൽ നിന്നിട്ട് നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ജോബ് അന്വേഷിക്കുകയും ചെയ്യാം. അപ്പോൾ അതിനൊരു കണക്ഷൻസ് നമുക്ക് അങ്ങനെ അവിടെ കിട്ടും. അപ്പോൾ അത് അങ്ങനെ മാക്സിമം ജോബിന് വേണ്ടി ശ്രമിക്കുക. അതിപ്പോൾ UAE വിസിറ്റിലുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്നൊരു ജോലിക്ക് ആദ്യം കയറണം. അപ്പോഴേ നിങ്ങൾക്ക് ജോബ് കിട്ടുള്ളൂ. ഒരു വെയിറ്റർ ജോബ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ജോബ് ആയിക്കോട്ടെ, എന്ത് ജോബാണല്ലോ ആ ജോബിന് നിങ്ങൾ നിൽക്കുക. ആ ജോബിന് നിന്നതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള ജോബിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു വർഷം നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും നമ്മൾ പോയിട്ടുണ്ടാകും, ചിലപ്പോൾ കടത്തിലായിരിക്കും പോയിട്ടുണ്ടാവുക. ആ കടം നമ്മൾ ആ ജോബിൽ നിന്നിട്ട് നമുക്ക് വീട്ടാൻ പറ്റും. അതേപോലെ നമുക്ക് അപ്പോഴത്തേക്ക് ഒരുപാട് ബന്ധങ്ങൾ അവിടെ കിട്ടും. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജോബ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്കതൊക്കെ ജോബ് കിട്ടാനും ഏറ്റവും കൂടുതൽ വഴി അങ്ങനെയാണല്ലോ. നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലേ, നമ്മൾ ഇത്രത്തോളം പഠിച്ചിട്ടുള്ള ആളാണ്, എനിക്ക് ഇന്ന ജോബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് UAE അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ വിസിറ്റിങ്ങിന് പോയിട്ട് നമുക്ക് ജോബ് കിട്ടാത്തത്. ആദ്യം നമ്മുടെ ചിലർക്കൊക്കെ ഞാൻ ഈ ജോബേ ചെയ്യുള്ളൂ എന്നുള്ള ഈഗോ എടുത്ത് കളയുക. അതെടുത്ത് കളഞ്ഞിട്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മളൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ കിട്ടുന്ന ഒരു ജോബിന് കയറിയിട്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ജോബിന് വേണ്ടി നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇഷ്ടം പോലെ ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ അതിന് നോക്കിയിട്ട് CV അയച്ചു കൊടുക്കുക. ആരെയും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. ആർക്കും പൈസ അയച്ചു കൊടുക്കാണ്ടിരിക്കുക. ഓക്കെ ബൈ, താങ്ക് യു. നമ്മൾ ഇവിടുന്ന് വിസിറ്റിംഗ് വിസയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും അതല്ല അവിടെ ഗൾഫിൽ വിസിറ്റിംഗ് വിസയിലുള്ള ആളുകളാണെങ്കിലും നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കാതെ തന്നെ നമ്മൾ കിട്ടുന്നൊരു ജോലിക്ക് കയറാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അതേപോലെ തന്നെ ഏത് യൂട്യൂബ് ചാനലിലാണെങ്കിൽ നമ്മൾ കാണുന്ന ജോബ് വേക്കൻസികളിൽ പൈസ ആദ്യം അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പൈസ അയച്ചു കൊടുക്കാണ്ടിരിക്കുക. അതേപോലെ തന്നെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാത്തതാണ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ കൊടുക്കുന്നതിൽ അറിയുന്നതാണെങ്കിൽ നമുക്കത് എന്താണ് കാരണം നമുക്ക് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ബൈ ചാൻസ് വിസ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആരും ചെയ്യാണ്ടിരിക്കുക. പൈസ ഇല്ലാത്ത ജോബുകളാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അറിയിക്കുന്നത്.